ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സാറ്റർഡേ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എഴുന്നേറ്റ്. സ്കൂളും ഓഫീസും ഒന്നും ഇല്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബർഗർ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ മാംഗോ ഹബനേറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ഫ്ലേവർ കണ്ടപ്പോൾ അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ ഓയിലിൽ ഫ്രൈ ചെയ്യാണ്ട് എയർ ഫ്രയറിൽ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലേക്ക് അതിൻ്റെ ആ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ബ്രോസ്റ്റഡ് ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്കതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതവിടുന്ന് ആവുന്ന സമയം കൊണ്ട് ഞാൻ കരുതി ബാക്കി ബർഗറിൻ്റെ പണികളെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്ക് ബണ്ണാണ് എടുത്തിട്ടുള്ളത്. 4 പീസ് വരുന്ന മിൽക്ക് ബണ്ണ്. അപ്പോൾ എനിക്ക് ഈ ബണ്ണ് വെച്ചിട്ട് ബർഗർ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം. കാരണം മിൽക്ക് ബണ്ണായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ ബണ്ണെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചക്കറിയായിട്ട് സവാളയും തക്കാളിയും പിന്നെ ഹലാപ്പിനുമാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ബണ്ണൊന്ന് വേഗം തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ബന്നൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി കട്ട് ചെയ്തെടുക്കാം. ഇന്ന് ഞങ്ങൾക്ക് പുറത്തു പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാമെന്ന് കരുതി. ഞാൻ ബർഗറിലേക്ക് മയോണൈസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് എല്ലാ ഭാഗത്തുമായിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ബണ്ണിലും മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോ കെച്ചപ്പ് ബണ്ണിൻ്റെ മറ്റ് സൈഡിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതും ഒന്ന് നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ടൊമാറ്റോ സോസും ഒക്കെ എല്ലാത്തിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും ഉണ്ടല്ലോ, അതെല്ലാം അതിലേക്ക് വെച്ചെടുക്കാം. ഞാൻ കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ആയിരിക്കും ബർഗറിൽ ഈ സവാള തക്കാളി ഒന്നും വലിയ ഇഷ്ടമല്ല. മോള് പിന്നെയും കഴിക്കും, മോനിക്കും ഹസ്ബൻഡിനൊന്നും അത്ര ഇഷ്ടമല്ല. എങ്കിലും ഞാൻ ബർഗർ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാലല്ലോ ഒരു നമുക്ക് കാണാനൊരു രസം, കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് എല്ലാം കരുതിയിട്ട് ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ വേഗം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ ഇടയിൽ ചായക്കുള്ള പാലും അവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം തന്നെ എൻ്റെ നമ്മളെ ബ്രോസ്റ്റഡ് എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടല്ലോ അതും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹലാപ്പിനോ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു പുളി ഒരു എരു ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു പപ്പായ വാങ്ങിയതുണ്ടായിരുന്നു. അതിനെ കട്ട് ചെയ്തിട്ട് ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമുക്ക് പോകുമ്പോൾ എടുക്കാമെന്ന് കരുതി. അപ്പോൾ കാറിൽ നിന്നൊക്കെ വിശക്കുന്ന നേരം കുട്ടികൾക്ക് നമുക്കെല്ലാം കഴിക്കാമല്ലോ എന്ന്. അപ്പോൾ അത് ഞാൻ വേഗം തന്നെ ഇതിൻ്റെ സൈഡായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത പപ്പായനെ ഞാനൊരു ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ മാറ്റിയിട്ട് അത് അടിച്ചിട്ട് ഒരു ഫോർക്കും കൂടെ എടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ ബ്രോസ്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. അത് ഞാൻ വേഗം തന്നെ നമ്മുടെ ബർഗറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, ബണ്ണിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ബർഗർ സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം വേഗം വെച്ച് കൊടുത്തിട്ട് ബർഗർ അവിടെ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് നമുക്ക് ആ എയർ ഫ്രയറിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ഒരു 2 മിനിറ്റ്സ് കൊണ്ട് അതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കുട്ടികളോ ഹസ്ബൻഡോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ ടേബിളിൽ കൊണ്ടുവച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ക്ലീനൊക്കെ ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കുളിച്ച് ഫ്രഷായി. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ മോളെ സ്കൂളിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങണമെന്ന് കരുതി. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മോളുടെ സ്കൂളിലേക്കാണ് പോകുന്നത്. അങ്ങനെ സ്കൂളിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ നമ്മൾ വർസാനിലുള്ള ഒരു പ്ലാന്റ്സിൻ്റെ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇതെൻ്റെ നൈബർ പറഞ്ഞ തന്നെയാണ്, അവരവിടെ നിന്ന് എടുക്കില്ല. അപ്പോൾ അങ്ങനെ അവിടത്തേക്ക് പോകുന്നതാണ്. കുറച്ച് അത്യാവശ്യം ദൂരം ഉണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ പാക്ക് ചെയ്ത നമ്മുടെ ആ പപ്പായ ഉണ്ടല്ലോ, അത് വണ്ടിയിൽ നിന്ന് എല്ലാവരുമായിട്ട് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വർസാനിലെത്തി, ആ പ്ലാന്റിൻ്റെ ഷോപ്പിലെത്തി. അവിടെ ഇഷ്ടംപോലെ കുറേ ഷോപ്പുകളുണ്ട്. അപ്പം നമ്മൾ എൻ്റെ നൈബർ പറഞ്ഞാൽ ആ ഷോപ്പിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ശരിക്കും നല്ലൊരു വേറെ ഒരു ലോകം എന്ന് തന്നെ പറയാം. ഇൻഡോർ പ്ലാന്റ്സ് ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഓരോ ഇതിലായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കാര്യമായിട്ട് നോക്കിയത്. പിന്നെ ഔട്ട്ഡോറിലേക്ക് ഒരു ബോഗൻവില്ല മാത്രം വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ. പിന്നെ എനിക്ക് കുറച്ച് ഈ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഗിഫ്റ്റ് മാർക്കറ്റ് അവിടെ പോയിട്ട് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അവിടേക്ക് പോയി. അത് ഷാർജയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കറിവേപ്പിലേൻ്റെ ചെടി കണ്ടു. അപ്പോൾ അതും ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിച്ചണിലേക്ക് പറ്റിയ നമ്മുടെ ചെറിയ ബോട്ടിൽ, കണ്ടെയ്നർ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു, സ്റ്റോറേജ് കണ്ടെയ്നർ, അതൊക്കെ കണ്ട്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ എനിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത്, പിന്നെ മോൾക്ക് ഫാൻസിയിൽ നോക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്നും കുറച്ച് അവൾക്ക് വേണ്ടുന്നത് എടുത്തു. നമ്മൾ വീട്ടിൽ എത്ര പാത്രങ്ങളുണ്ടായാലും ഇതുപോലുള്ളത് കാണുമ്പോൾ എങ്ങനെയായാലും നമുക്ക് വേണ്ടെങ്കിൽ പോലും നമ്മുടെ കൈ അവിടെ എത്തുകയും ചെയ്യും, കണ്ണും അവിടെ എത്തും. അങ്ങനെയാണ്. ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. ഈ സമയമാകുമ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ള് ചോറിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള എൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.